ആവാം. ആര് വരണം ഇന്റർനാഷണൽ ആവാൻ? ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഐസൺ അല്ലേ? ഐസൺ എനിക്ക് തോന്നുന്നു ന്യൂ ലുക്കിലാണെന്ന് തോന്നുന്നു. അതെ അതെ അല്ലേ? മൊത്തത്തില് മേക്ക് ഓവർ 2026 ആയതോടെ ഡെസ്കില് ജനജീവിയുടെ ഡെസ്കിൽ ഏറ്റവും കൂടുതൽ മേക്ക് ഓവർ നടത്തിയത്. അതെ, അപ്പൊ രാവിലെ തന്നെ കോട്ടിട്ട് വന്ന ഐസണിലേക്ക് പോകാം. ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് പിന്നാലെ ചൈന ആണവ പരീക്ഷണം നടത്തിയതായി അമേരിക്ക. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. 2020 ജൂൺ 22-നാണ് ചൈന ആണവ പരീക്ഷണം നടത്തിയത്. ഗാൽവനിൽ ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടിയതിന് 7-ാം ദിവസമായിരുന്നു പരീക്ഷണം. US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ജി ഡിന്നാനോ ഇക്കാര്യം UN-ലെ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകൾക്കിടെ അറിയിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. A method to decrease the effectiveness of seismic monitoring to hide their activities from the world. China conducted one such yield-producing nuclear test on June 22nd of 2020. China remains on track to have over 1,000 nuclear warheads by 2030, and Russia is supporting this buildup by helping China develop the weapons-grade fissile material necessary for its expansion. ഐസൺ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ആണ് ഇത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇതിപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ ഐസൺ? തീർച്ചയായും അനിൽ നമ്പ്യാർ, അത് അതീവ ഗൗരവമുള്ള, ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം ഇതിൽ എടുത്തു പറയേണ്ടത് നമുക്കറിയാവുന്നതാണ്. 2020 ഈ ഗാൽവൻ താഴ്വരയിലെ സംഘർഷം നടന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞൊരു സമയത്താണ് ഈ ജൂൺ 22-ന് ഈ പരീക്ഷണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ജി ഡിനാനോ അറിയിച്ചിരിക്കുന്നത്. അതീവ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ പശ്ചാത്തലത്തിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ, അതായത് ആണവ പരീക്ഷണം നടത്തുന്നു, അതിനു മുമ്പ് തൊട്ടടുത്ത അതിർത്തി രാജ്യവുമായൊരു സംഘർഷമുണ്ടാകുന്നു, ആ രാജ്യവും ഒരു ആണവ രാഷ്ട്രമായിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരത്തിലൊരു ആണവ യുദ്ധത്തിനുള്ളൊരു നീക്കത്തിനാണോ അന്ന് ചൈന മുതിർന്നത് എന്നതാണ് ഗൗരവമേറിയൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഗാൽവൻ താഴ്വരയിലെ കടന്നുകയറ്റങ്ങളും ഗാൽവൻ താഴ്വരയിലെ വിവിധ ഭാഗങ്ങൾ, അതായത് ഹിൽ ഫിംഗേഴ്സ് എന്നൊക്കെ പറയുന്ന, അങ്ങനെയാണ് അതിനെ പരാമർശിക്കുന്നത്. ആ ഭൂപ്രദേശത്ത് ചില ഡിസ്പ്യൂട്ടഡായ ഏരിയകളിൽ കടന്നു കയറാനുള്ളൊരു നീക്കം, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഏരിയയിൽ കടന്നു കയറുകയും ചെയ്ത ചൈനയുടെ നടപടി വളരെ നിശിതമായി വിമർശിക്കപ്പെടുകയും സൈനിക സംവിധാനങ്ങൾ കൃത്യമായി ഇടപെടുകയും ശക്തമായൊരു പോരാട്ടം, ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് ശേഷം 20ഓളം ഭാരതീയ സൈനികർക്ക് വീരമൃത്യു സംഭവിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഇത്തരത്തിൽ ആ വീരമൃത്യു സംഭവിച്ച ഒരു വിഷയത്തിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ്. അതീവ ഗൗരവമേറിയ ഒരു ഇൻ്റലിജൻസ് വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആഗോള നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന UN-ലെ ചർച്ചയിലാണ് US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ജി ഡിനാനോ ഇക്കാര്യം പറഞ്ഞത് എന്നതാണ് ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ഐസൻ അറിയേണ്ടത്, ഐസൻ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ചൈന ഇത് സമ്മതിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു ആണവ പരീക്ഷണം നടത്തിയെന്ന് ചൈന സമ്മതിക്കാനുള്ള സാധ്യത ഉണ്ടോ? മാത്രമല്ല, ആ അമേരിക്കയുടെ തുറന്നു പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ കാണുക? തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമാണിത്. കാരണം നമുക്കറിയാവുന്നതാണ്, ചൈന ഒരു ആണവ രാഷ്ട്രമാണ്. ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ആണവ നിരായുധീകരണവും അതുപോലെ തന്നെ സമഗ്ര ആണവ പരീക്ഷണ നിയന്ത്രണ ധാരണകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ചൈനയെ സാങ്കേതികമായ ആണവ രാഷ്ട്രമെന്ന് കണക്കാക്കാൻ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നൊരു രാജ്യമാണ് എന്നതൊരു സത്യമാണ്. എങ്കിൽ കൂടി അതീവ ഗൗരവമേറിയൊരു വിഷയമെന്ന് പറയുന്നത്, ഈ ആണവായുധം പ്രയോഗിച്ച് ആധുനിക ആയുധങ്ങൾ, അതായത് അന്ന് ചൈന ആണവ രാഷ്ട്രമാകുന്ന പരീക്ഷണം നടക്കുന്ന സാഹചര്യത്തേക്കാൾ എത്രയോ ശക്തമായ ഒരു സാഹചര്യമാണ് 2020, അതായത് ഏവിയോണിക്സിൻ്റെ ആയാലും അതുപോലെ തന്നെ ഈ സാങ്കേതികവിദ്യ, ഡിഫൻസ് സാങ്കേതികവിദ്യ അതിശക്തമായി വളരുന്നൊരു സാഹചര്യത്തിൽ ഈ ആണവായുധം കുറേ കൂടി പ്രിസൈസായി പ്രയോഗിക്കാനും കുറേ കൂടി കൃത്യമായും ആക്രമണോത്സുകമായും പ്രയോഗിക്കാനുള്ളൊരു സാധ്യത പണ്ടത്തേക്കാളേറെ കൃത്യമായി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആണവ പരീക്ഷണം നടത്തിയത്. അതുതന്നെയാണ് ഗൗരവമർഹിക്കുന്നൊരു വിഷയമായി വന്നത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ 2024 ഒരു ധാരണയിലെത്തുകയും, അതായത് ഇന്ത്യ ചൈന സമാധാന ധാരണ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചില നീക്കങ്ങൾ, അല്ലെങ്കിൽ ഒരു അതിർത്തിയിലുള്ള സൈനിക പിന്മാറ്റത്തിൻ്റെ ധാരണ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചില നീക്കങ്ങൾ ഉണ്ടാവുകയും അതെല്ലാം നടപ്പാവുകയും ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി ഇന്ന് വീണ്ടും പ്രതിനിധിതല ചർച്ചകൾ ഓരോ കൃത്യമായ ഇടവേളകളിൽ നടക്കുകയും ചെയ്യുന്നു. അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ചൈന സന്ദർശിക്കുന്നു. ചൈനയിൽ നിന്ന് അജിത് ഡോവലിൻ്റെ സമാന പദവിയിലുള്ളവർ ഇവിടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു പരീക്ഷണം നടന്നത് സംശയത്തോടെ തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ചൈന ഇത് സമ്മതിക്കുന്ന കാര്യം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ചൈന അത്തരത്തിലൊരു ഇരുമ്പുമറയ്ക്ക്
പിന്നിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈന യാതൊരു വിവരങ്ങളും പുറത്തുവിടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാൽവൻ താഴ്വരയിലെ കടന്നുകയറ്റത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ അതിശക്തമായ സൈനിക തിരിച്ചടിയിൽ എത്ര ചൈനീസ് പട്ടാളക്കാർ മരിച്ചു എന്നത് സംബന്ധിച്ച് പോലും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരം വിവരങ്ങൾ പോലും പുറത്തുവിടാൻ തയ്യാറല്ലാത്ത ചൈന ഒരു തരത്തിലും ഈ ആണവ പരീക്ഷണം നടത്തിയതുമായി സംബന്ധിച്ച വിവരങ്ങൾ വിശദീകരിക്കില്ല. പക്ഷേ അമേരിക്ക ഇക്കാര്യം പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഭൂമിയിലെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ജിയോളജിക്കൽ സംവിധാനങ്ങളുള്ള ഒരു നാടാണ് ഒരു അമേരിക്ക, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളുള്ള ഒരു സംവിധാനമാണ് അമേരിക്ക. അതിനെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തെവിടെ ഭൂമികുലുക്കമുണ്ടായാലും തിരിച്ചറിയുന്ന ഒരു കൃത്യതയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ അത്തരം സംവിധാനങ്ങളാണ് ലോകം മുഴുവൻ ആശ്രയിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ആണവ പരീക്ഷണവും അതിൻ്റെ പ്രകമ്പനവും എല്ലാം തന്നെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന സാങ്കേതിക തികവുള്ളൊരു രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്ക ഇക്കാര്യം നിരീക്ഷിച്ചത് തെറ്റാണ് എന്ന് പറയുക സാധ്യമല്ല. മാത്രമല്ല അത് കൃത്യമായി ഒരു ഔദ്യോഗിക ഫോറത്തിൽ തൻ്റെ ഇടത്തോടെ അവതരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായും അത് സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ട് എന്ന് കൃത്യമായി തോമസ് ജെ വിവരങ്ങൾ വ്യക്തമാണ്. തീർച്ചയായും അത്തരത്തിൽ